അധികൃതരുടെ അനാസ്ഥ മൂലം തുരുമ്പെടുത്ത് നശിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ജീപ്പുകൾ. തലസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസ് ആവശ്യങ്ങൾക്കായി വാങ്ങിയ പുതിയ 23 ബൊലേറോ ജീപ്പുകളാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം തുരുമ്പെടുത്ത് നശിക്കുന്നത്. ജനം ബ്രേക്കിംഗ് വാർത്തയാണത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വില കൂടിയ ജീപ്പുകളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പണം മുടക്കി അല്ലെങ്കിൽ അവർക്കായി വാങ്ങിയ ജീപ്പുകൾ. 23 എണ്ണം നശിക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. വാഹനങ്ങളില്ലാതെ എത്രയോ സർക്കാർ ഓഫീസുകൾ പ്രയാസപ്പെടുന്നു, എത്രയോ വാടക വണ്ടികൾ ഓടുന്നു, എത്രയോ കേടായ വാഹനങ്ങൾ തള്ളി ഓടുന്നു. അപ്പോഴാണ് ഈ പുതിയ 23 വാഹനങ്ങൾ ഇത്തരത്തിൽ നശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് ഇതിൻ്റെ കാരണം? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് പ്രശാന്തേ? വിനോദ്, രാഖി, വളരെ ദുഃഖകരമായ സംഭവമാണ് ഇത് 23 വാഹനങ്ങളത് നശിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. അതിൽ ചെറിയ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കാതെ വന്നതോടെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ വാഹനങ്ങളാണ് ഈ 23 എണ്ണം എന്നതാണ്. ബൊലോറോ വാഹനങ്ങളാണ്, ബൊലോറോ ജീപ്പ് ആണ് ഇത്തരത്തിൽ നശിച്ചു പോകുന്നത്. തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അറ്റകുറ്റപ്പണികളും അതോടൊപ്പം തന്നെ മറ്റ് രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇത്തരത്തിലുള്ള നടപടികൾ ആ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നതോടെ അതിൽ കാലതാമസം വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങളെല്ലാം നശിച്ചു പോകാനുള്ള കാരണം. തിരുവനന്തപുരത്ത് തന്നെ PMGയിലുള്ള PW എഞ്ചിനീയറുടെ ഓഫീസിലാണ് ഇപ്പോൾ നിലവിൽ ഈ വാഹനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 23 വാഹനങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ അതിന് അതത് കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുമ്പോൾ അതത് സമയത്ത് പരിഹരിക്കാൻ ഈ അധികൃതർ ഭാഗത്ത് നടപടി ഉണ്ടാകാതെ വന്നതാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഒന്നാകെ നശിച്ചു പോകുന്നതും കൂട്ടിയിട്ട നിലയിലേക്ക് എത്തുന്നതിനുമുള്ള കാരണമാകുന്നത്. തുരുമ്പെടുത്ത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നതെല്ലാം അധികൃതരുടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്തരത്തിൽ അതായത് 23 വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കോടികളാണ് അതിൻ്റെ വിലയായി എത്തുന്നത്. എന്നാൽ അതിനെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ അതിനെ പുനരുപയോഗം നടത്തുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ അധികൃതരുടെ ആരുടെയും ശ്രദ്ധയുണ്ടായില്ല എന്നതാണ് ഇത്രയിലധികം വാഹനങ്ങൾ നശിക്കാനുള്ള കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ നടത്തുന്നതിലുള്ള വീഴ്ചകളെല്ലാം വലിയ രീതിയിൽ ഈ വാഹനങ്ങളുടെ നാശത്തിലേക്ക് നയിച്ചു എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇൻഷുറൻസ് പുതുക്കുന്നതായിക്കോട്ടെ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം ആ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഴ്ചകൾ, അതിൻ്റെ പേപ്പർ വർക്ക് അടക്കം നടത്തിക്കൊണ്ടത് പൂർത്തിയാക്കാൻ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അത് പണമടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്കും പിന്നീട് അത് കൂട്ടിയിടേണ്ട നിലയിലേക്ക് എത്തുന്നത്. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ജീപ്പുകളാണ് ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അത് ചെറിയൊരു കണക്കല്ല, 23 ജീപ്പുകളാണ് അല്ലേ? അതെ, 23 ജീപ്പുകൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ വാഹനങ്ങളാണ് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. പ്രശാന്ത്, ഇത് പറയുമ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മഴയും വെയിലും എല്ലാം ഏറ്റാണ് ഇത്തരം നമ്മുടെ പൊതു ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട വാഹനങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് അധികാരികൾ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം.